Hi friends, welcome to Varsha's lecture class. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് പഠിക്കുന്നത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ അമർത്തിക്കോളൂ. സോ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ ക്ലാസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റുമാണ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സിൽ വരുന്നത്. സോ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്ലാസ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അത് കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് കാണാൻ വരാം. ബിക്കോസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, സോ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എന്തിനാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ടു അസർട്ടൈൻ നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. ഓക്കെ, അതായത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകവും ആണ്. ഓക്കെ, എന്തൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വരുന്നത്? ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം. ഓക്കെ, നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിനകത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ് വരുമെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് പർച്ചേസിന്റെ ഭാഗമായിട്ടാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് വരുന്നതെന്നൊക്കെ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് വരുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം ആണ്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് എക്സ്പെൻസിനെ വീണ്ടും 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്, ഫിനാൻഷ്യൽ എക്സ്പെൻസസ്, അങ്ങനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ് എന്ന് വെച്ചാൽ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസസ് ആണ്. അതായത് ഇപ്പം സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, ഓഫീസ് ഇൻഷുറൻസ് അങ്ങനെ വരുന്നത്. സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണ് വരുന്നത്. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ്, ബാഡ് ഡെറ്റ്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത്. അതുപോലെ ഫ്രൈറ്റ് ഔട്ട്വേർഡ്, ക്യാരേജ് ഔട്ട്വേർഡ്. ഓക്കെ, ഇനി ഫിനാൻഷ്യൽ എക്സ്പെൻസസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വരുന്നത് ഇൻട്രസ്റ്റ്, ഡിസ്കൗണ്ട് ഓൺ സെയിൽസ്, അതൊക്കെയാണ് വരുന്നത്. ഇനി ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ട്. ഇൻഡയറക്റ്റ് ഇൻകം എന്ന് വെച്ചാൽ അതിനകത്ത് വരുന്നത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, അതൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകത്തിനകത്ത് വരുന്നത്. അങ്ങനെ 2 ഐറ്റംസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്ത് മെയിൻ ആയിട്ടുള്ളത്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്, ദിസ് ഇസ് ഡെബിറ്റ് സൈഡ് ആൻഡ് ദിസ് ഇസ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ്. നമുക്ക് ഓരോരോ ഐറ്റംസ് എത്തിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ കണ്ടിന്യൂഷൻ ആണ്. ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെന്ന് വെച്ചോ. ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഇനി നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ ഗ്രോസ് ലോസ് ആണെങ്കിലോ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും പ്രോഫിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടിയ എത്രയാണ്? 47,000 ആണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് ബ്രോഡ് ഓൺ ചെയ്തു. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോഡ് ഓൺ 47,000. ഓക്കെ, ഇനി നമുക്കുള്ളത് സാലറിയാണ് അടുത്തായിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ സാലറി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് ഇത് സാലറി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഡെബിറ്റ് സൈഡ് കാണിക്കാം. അതായത് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എപ്പോഴും എന്തായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുന്നത്. ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡ് ആയിരിക്കും കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാലറി എന്ന് പറയുന്നത് നമ്മുടെ എക്സ്പെൻസ് ആണ്, നമുക്കത് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, സാലറി 15,000 നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് എന്താണ്? റെന്റ് പേ ചെയ്തു. അപ്പോൾ റെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണല്ലേ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടി, ഡിസ്കൗണ്ട് റിസീവ്ഡ്. അപ്പോൾ അതെന്താണ്? നമ്മുടെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഇൻകം ആണ്. അപ്പോൾ അത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് റിസീവ്ഡ് കാണിച്ചു 3,000. ഇനി എന്താണ് നമ്മൾ അടുത്തത്? എന്താണ്? കമ്മീഷൻ പേ ചെയ്തു, കമ്മീഷൻ. ഓക്കെ, അപ്പോൾ കമ്മീഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് എപ്പോഴും എവിടെയാണ്? ഡെബിറ്റ് സൈഡിൽ കാണിക്കും. അടുത്ത നമ്മുടെ ഇൻട്രസ്റ്റ് പേ ചെയ്തു. ഓക്കെ, ഇൻട്രസ്റ്റ് പേ ചെയ്തു, അത് നമ്മുടെ എക്സ്പെൻസ് ആണ്. അടുത്ത നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടി, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഇൻകം ആണ് അല്ലേ. ഇനി നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് പേ ചെയ്തു, അഡ്വർടൈസ്മെന്റ് എമൗണ്ട് കൊടുത്തു. അപ്പോൾ അതെന്താണ്? നമ്മുടെ എക്സ്പെൻസ് ആണ്, സെയിൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള എക്സ്പെൻസ് ആണ്. അടുത്തത് ബാഡ് ഡെറ്റ്. ബാഡ് ഡെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? കിട്ടാക്കണം. ഓക്കെ, അതായത് നമുക്ക് കിട്ടാനുള്ള പൈസ ആയിരുന്നു, പക്ഷെ നമുക്കത് കിട്ടത്തില്ലെന്ന് ഉറപ്പായി. അപ്പോൾ നമുക്കത് എന്താണ്? റൈറ്റ് ഓഫ് ചെയ്യണം, എക്സ്പെൻസ് ആയിട്ട് കാണിച്ച് റൈറ്റ് ഓഫ് ചെയ്യണം. അടുത്തത് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് വെച്ചാൽ എന്താണ്? പെർമനന്റ് ഡിക്രീസ് ഇൻ ദ ബുക്ക് വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്സ്. അതായത് നമ്മുടെ ഫിക്സഡ് അസറ്റ്സിന്റെ വാല്യൂ ഓരോ വർഷം കഴിയുന്തോറും പെർമനന്റ് ആയിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ എക്സ്പെൻസ് ആണ് ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ രണ്ട് സൈഡ് എഴുതി. ഇനി നമുക്കിത് ബാലൻസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? രണ്ട് സൈഡും ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൽ ഏത് സൈഡാണ് കൂടുതൽ കിട്ടിയത്? ക്രെഡിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ കിട്ടിയത്. ഓക്കെ, ഇപ്പോൾ ക്രെഡിറ്റ് സൈഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് കിട്ടുന്ന എന്താണ്? നെറ്റ് പ്രോഫിറ്റ് ആണെന്ന് ഉറപ്പിക്കാം. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഡെബിറ്റ് സൈഡാണ് കൂടുതൽ കിട്ടിയെന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് കിട്ടിയ നെറ്റ് ലോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയത്, ബിക്കോസ് നമ്മുടെ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16,000 ആണ്. ഓക്കെ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ കിട്ടിയത്, അപ്പോൾ ഡിഫറൻസ് വരുന്നത് 16,000 ആണ്. അതാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണ് കിട്ടിയെന്ന് ഉറപ്പിക്കാം. ഇനി ഡെബിറ്റ് സൈഡാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നതെങ്കിൽ നെറ്റ് ലോസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.